ഇന്ന് നമുക്ക് 4 മണിക്ക് ഒരു പരിപ്പുവട ആയി കഴിഞ്ഞാലോ, കഴിക്കാനായിട്ടൊന്ന് കുറിക്കാൻ. ചായയും പരിപ്പുവടയും അല്ലേ? ഹായ്, എല്ലാവർക്കും ഉമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും ഞങ്ങളുടെ റെസിപ്പീസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. നമ്മൾ ഈ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ കേവലം ഒരു അരമണിക്കൂർ പരിപ്പ് കുതിർത്തണം. ഒരു 20 മിനിറ്റെങ്കിലും കുതിർത്തി എടുക്കണം. ആ കുതിർത്തണ സമയവും അരയ്ക്കണ സമയവും ഈ കുതിർത്താൻ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ആ സമയത്ത് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. കുതിർത്തണ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റും കൊണ്ട് നമുക്ക് അരച്ച് ഉരുട്ടി പരത്തി വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാം. കേവലം ഒരു 40 മിനിറ്റ് കഷ്ടി മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ ഇന്ന് എന്തെങ്കിലും തയ്യാറാക്കാനൊന്നും ഇല്ലല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിഷമിക്കാനില്ല. വീടുകളിൽ എപ്പോഴും പീസ് പരിപ്പൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും. ഇനി പീസ് പരിപ്പ് ഇല്ലെങ്കിൽ പോലും നമുക്ക് തുവരപ്പരിപ്പ് കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ പീസ് പരിപ്പാണ് കൂടുതൽ രുചി. പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ പരിപ്പെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ഇതെല്ലാം മറ്റ് സംഗതികളൊക്കെ അരിഞ്ഞ് പറക്കുക. ഉടനെ അത് മിക്സിയിൽ നിന്ന് വെള്ളം മാർത്തിയെടുത്ത് കിണ്ണത്തിൽ നിന്ന് വെള്ളം മാർത്തിയെടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി പരിപ്പുവട ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പ് വടയും ചായയും ഇന്ന് നമ്മുടെ 4 മണിയുടെ ഡിഷ് പരിപ്പുവട ആയിക്കളയാം. അപ്പം നമുക്ക് അതിന് വേണ്ടി കിച്ചണിലേക്ക് വേഗം പോവുക, പരിപ്പ് വെള്ളത്തിലിടുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വേറൊരു പോയിന്റും കൂടി എനിക്ക് പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുകയേ അരുത്. പരിപ്പ് നമ്മൾ പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തണം. ഈ ഗ്ലാസ്സില്ലേ കാണാമോ? ആ ഗ്ലാസ്സിന് വടിച്ചൊരു ഗ്ലാസ് പരിപ്പ വെള്ളത്തിലിട്ടേക്കണം. നകക്ക വെള്ളം ഒഴിച്ചിടണം. അത് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് സ്ട്രെയിനറിൽ വെള്ളം ഊറ്റണം. വെള്ളം ഊറ്റി വെച്ച് ആ പരിപ്പും ചുമന്നുള്ളിയും വേപ്പിലയും ഇഞ്ചിയും പിന്നെ മുളക് അമ്മ അരിഞ്ഞേ ഇടണോളൂ. ചതച്ച ഒരു രുചിയില്ല. ഇതിങ്ങടെ ചേർത്ത് ചതച്ചെടുക്കണം. എത്ര നേരം കുതിർക്കണം? അരമണിക്കൂറാ. ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് കുതിർത്താലാണ് ഒതുക്കാൻ പറ്റുള്ളൂ. അരഞ്ഞു പോരുത്, ഒതുക്കുക പാടുള്ളൂ. നമുക്ക് കാണിക്കാം. ഇപ്പൊ വെള്ളത്തിൽ ഇട്ടേ ഉള്ളൂ. കുതിരട്ടേട്ടോ കിടന്നു. ദേ പരിപ്പൊന്ന് കാണിച്ചേക്കുന്ന പീസ് പരിപ്പ കണ്ടു. സ്ട്രെയിനറിൽ ഊറ്റുമ്പോഴും കാണിക്കാം. ഇങ്ങനെ നമ്മുടെ പീസ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഉദ്ദേശം അരമണിക്കൂറായി. ഇനി അത് നമുക്ക് ഒരു കിഴുത്ത പാത്രത്തിലേക്ക് സ്റ്റെയിനറിലേക്ക് നമുക്ക് അരിക്കാം. വെള്ളം അരിച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കണം. വടക്കുള്ള അരിക്കട്ടെ. ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയാട്ടോ അരിക്കണം. നോക്കിയതേ, അടിയിലൊരു പാത്രം വെച്ചാ വെള്ളം അതിലേക്ക് വീണോളൂ. ഇച്ചിരി പരിപ്പ് ഇതിലുണ്ട്. അത് ഇതിൽ തെങ്ങി നമുക്ക് വെള്ളം അടിയിട്ട് പോയി. ഇച്ചിരി വെള്ളം ഇരുന്നാലും നമുക്ക് അരയ്ക്കാൻ ഇച്ചിരി ഒരു നനവ് വേണ്ടേ. ഇതിൽ ഇച്ചിരി പരിപ്പ് കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പം അത്യാവശ്യം അതിൽ നിന്ന് വാർന്നു പോകേണ്ടത് വാർന്നു പോക്കോളും. നമ്മൾ പരിപ്പോടൊക്കെയുള്ള പരിപ്പ് വെള്ളം മാലാൻ വെച്ചത് അത് ചതയ്ക്കാനായിട്ട് വെള്ളം മാർന്നു കിട്ടി. ചതയ്ക്കാനായിട്ട് ഇതിലേക്ക് ഇത് കേട്ടോ. കുറച്ച് പുറത്തേക്ക് പോയില്ലോ മോനെ. ഇതിലേക്കുള്ള ഇഞ്ചി അരിഞ്ഞത് പരിപ്പിലേക്ക് ഇടുക. പരിപ്പ് മിക്സിയിലേക്ക് ഇട്ട കുതിർത്തിയ പീസ് പരിപ്പ് എന്തോരം ഉണ്ടത്? ആ ഒരു ഗ്ലാസ് വടിച്ചെടുത്ത് പറഞ്ഞില്ലേ. ഇഞ്ചി ഒരു പീസ് അല്ല, ഒരു കുഞ്ഞു പീസ് സ്ലൈസ് ചെയ്തത് ഇഞ്ചി അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ചേർന്നാൽ കടുകടുന്ന് കിടക്കും. അതുകൊണ്ടാണ്. പച്ചമുളക് മാത്രം അരിഞ്ഞാട്ടം ഇടുവോളൂ. പച്ചമുളകും വേപ്പിലും അതിലേക്ക് അങ്ങനെ ചേർക്കുള്ളൂ. ഉള്ളി നമുക്ക് ഇതിലേക്കൊന്ന് ചതയ്ക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി മുഴുവത്തോടെ കിടന്ന് കടിക്കുമ്പോ ഉള്ളി എത്ര ഇട്ടാലും നല്ലതാ. ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ആട്ടോ ഇതിന് ചേർക്കോളൂ. ചുവന്നുള്ളി ചേർക്കോളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാതെ കറക്കിയെടുക്കണം. ചതവേ പാടുള്ളൂ, അരയാൻ പാടില്ല. പിന്നെ കാന്താരിമുളകും വേപ്പിലും അവിടെ ഇരുന്നോട്ടെ. അത് നമുക്ക് ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കാം. എന്നാ ചതച്ചെടുക്കട്ടെ. നമ്മള് മിക്സിയില് പീസ് പരിപ്പും ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒതുക്കിയതാട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിന് പാകത്തിന് ഇച്ചിരി വേണ്ടി ഒരു ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് നമ്മളാ നുറുക്കി വെച്ചിരിക്കുന്നത് പച്ചമുളകും കറിവേപ്പിലേ
ഇത്രയും ചേർക്കാം കേട്ടോ. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളം ഒട്ടും ചേർത്തല്ല കേട്ടോ, അരയ്ക്കുമല്ല, ഒതുക്കിയെടുക്കണം. വെള്ളം ഊറ്റി ഇതാക്കി വെച്ചാൽ നമ്മൾ ഒതുക്കിയെടുക്കണം. നമ്മൾ ഈ പരിപ്പ് കുതിർത്തണത് കൊണ്ട് ഒതുങ്ങി കിട്ടിക്കോളും, വെള്ളം ഇല്ലെങ്കിൽ. അതായി കുതിർത്തണത്, അല്ലാതെ ഒതുക്കാൻ പറ്റില്ലല്ലോ. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇച്ചിരി വേപ്പിലയും കൂടെ ഇടണം മോനെ, വേപ്പില കുറവായിരുന്നു. പിന്നെ മുളകൊക്കെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കട്ടെ കേട്ടോ. പച്ചമുളക് അല്ലെങ്കിൽ ഒരേ ഇടത്തേക്ക് തന്നെ കിടന്നാൽ ഒരു വടയിൽ തന്നെ മുളകായി പോകും. അപ്പോൾ ഇതന്നെ ഇത് മുളക് വടയാണോ എന്ന് ചോദിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മളിത് കൈ കൊണ്ടെല്ലാം കൂടെ കുഴച്ച് മിക്സാക്കി. കണ്ടോ, ഉപ്പൊക്കെ പാകായി. ഇനി നമുക്ക് ഒരേ ഉരുളിയായിട്ട് ഉരുട്ടിയെടുത്ത് കളയാം കേട്ടോ. ഉരുട്ടിയേച്ച് കൈവെള്ളയിൽ വെച്ചങ്ങ് പരത്തിയാൽ മതി ചൂടാനായിട്ട്. ആദ്യം ഉരുട്ടിയെടുക്കാം. ചെറുത് പോരെ, സ്മോൾ വടയല്ലേ നല്ലതാ. ചെറുതാ, കാണാനും ഭംഗി, ക്യൂട്ടായിരിക്കണം അല്ലേ. കുഞ്ഞുണ്ടാ മതി. അതുകൊണ്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കും. ആദ്യം ഉരുട്ടി വെക്കണം. കണ്ട, ഈ കട്ട്ലറ്റിന്റെ പോലെ ഉരുട്ടുക, എന്നിട്ട് പരത്തുക. നമ്മൾ പരത്തുക. ഓ, ഇങ്ങനെയാണ് പരത്തുന്നത്. അത് ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച്. നടുക്ക് ഒന്നും കട്ടി അധികം പാടില്ല കേട്ടോ, വേവ് കയറണ്ടേ. അല്ലെങ്കിൽ വടയിലേക്ക് വേവ് കയറൂല. കനം കുറച്ച് പരത്തണം. എന്നാൽ അത്യാവശ്യം കുറച്ച് കനം വേണം താനും. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം. പിന്നെ പലർക്കും പല ഷേപ്പിലൊക്കെ താല്പര്യം, ഇങ്ങനെ ഒരേ രീതിയിൽ ചെയ്യാൻ. നമ്മളിപ്പോ സാധാരണ റൗണ്ട് ഇതിൽ തന്നെ പരത്തി വെക്കുക. പോരെ, ഇത് ശരിക്കും ഞാനിപ്പോ പരത്തി കാണിക്കാനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇടുക പതിവ. പരത്തി പ്ലേറ്റിലേക്ക് വെക്കാറില്ല. അതിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആയിക്കോളൂല്ലോ കിടന്നേ. ഇത് കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാ കേട്ടോ. പരിപ്പോടെ നല്ലൊരു സാധനം അല്ലേ, വൈകുന്നേരം ചായക്ക് പ്രത്യേകിച്ച്. കട്ടൻ ചായയും പരിപ്പോടെയും. കട്ടൻ ചായ ഇഷ്ടമാണോ? എനിക്ക് കട്ടൻ ചായ ഇടും. അതൊരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, കട്ടൻ ചായയും പരിപ്പോടെയും. എണ്ണ ചൂടായി. നമ്മൾ പരിപ്പുവട ഇടുക കേട്ടോ വെളിച്ചെണ്ണയിലേക്ക്. ചൂടായി എണ്ണ. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കളയാം അല്ലേ. നമ്മൾ പരിപ്പുവടയ്ക്കല്ലേ എല്ലാ വടയും എണ്ണയിലേക്ക് ഇട്ടു. ഫുൾ ഫ്ലെയിമിൽ കിടന്ന് മുരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. എണ്ണ അല്ല, പരിപ്പുവട ആയിക്കൊണ്ടിരിക്കുക. വേവിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എവിടെ അവനവിടെ കിടന്നു കാണാൻ രസമുണ്ടല്ലേ. ഇടയ്ക്ക് നമുക്കൊന്ന് തട്ടി നോക്കണം. ഇത് ഈ മറിച്ചിടാറായോന്നേ. ആയി വന്നേ ഉള്ളൂ. ഒരെണ്ണം അമ്മയൊന്ന് മറിച്ച് നോക്കിയതാട്ടോ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടേക്കാം അല്ലേ, ചിലപ്പോ പെട്ടെന്ന്. ഇനി നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. ആദ്യം കുറച്ച് നേരം ഫുൾ ഫ്ലെയിമിലാണ് കിടന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ മീഡിയത്തിട്ട് മാറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ വട പാകമായി നമ്മൾ കോരി എടുക്കുക കേട്ടോ. ഓരോന്നോരോന്ന് കുഞ്ഞു വടയാ അല്ലേ. അതെ, കാണാമോ? കോരി എടുക്കാൻ എനിക്ക് വശം കുറവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറി നിൽക്കണം. ആ വശം എനിക്ക് നിൽക്കാൻ എളുപ്പം. അതാ ഇനി നമ്മൾ എണ്ണ വാലാൻ വെക്കണം കേട്ടോ. ഇതിൽ തന്നെ അങ്ങ് വാലാൻ വെച്ചാൽ മതി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പരിപ്പുവട? അടിപൊളിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഈസി മെത്തേഡിൽ എങ്ങനെയാണ് പരിപ്പുവട ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും അല്ലേ? ഇഷ്ടമായിട്ടില്ലേ? വേഗം പോയിട്ട് ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും മിസ്സാകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒറ്റ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ പറ്റും. പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ mumas.kitchen65 എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അതും പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുവരേക്കും ബൈ.